നമസ്കാരം. STV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തൃശൂർ പുല്ലഴിയിൽ ഫ്ളാറ്റിലേക്ക് പടക്കമേറ്. കേരള സ്റ്റേറ്റ് ഹൗസിംഗ് കോളനി ഫ്ളാറ്റിലേക്ക് പടക്കമേറുണ്ടായത് ഇന്നലെ രാത്രി. പ്രായപൂർത്തിയാകാത്ത 2 പേർ പോലീസ് കസ്റ്റഡിയിൽ. തൃശൂർ നഗരത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഓട്ടോറിക്ഷയ്ക്ക് തീപിടിച്ചത് പരിഭ്രാന്തി പരത്തി. വടക്കാഞ്ചേരിയിൽ വയോധികയുടെ കാലിലൂടെ സ്വകാര്യ ബസ് കയറിയിറങ്ങി. വയോധികയ്ക്ക് ഗുരുതര പരിക്ക്. ഈസ്റ്റ് മൻശേരിയിൽ ബസ് സ്കൂട്ടറിലിടിച്ച് പരിക്കേറ്റ യുവതി അപകടനില തരണം ചെയ്തു. അപകടം നടന്നത് ഇന്നലെ വൈകിട്ട്. ഷൊർണൂർ നഗരസഭ ജനറൽ ആരോഗ്യ വിഭാഗങ്ങളുടെ പുതിയ കെട്ടിടം തുറന്നു നൽകി. MLA P. മമ്മിക്കുട്ടി കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് ഇന്നു രാവിലെ. തിരുവേഗപ്പുറ ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിക്കുന്ന ഗെയിം ഫെസ്റ്റിന്റെ ലോഞ്ചിംഗ് ഈവന്റ് പ്രൗഢഗംഭീരം. വാർത്തകൾ വിശദമായി. തൃശൂർ പുല്ലഴിയിൽ ഫ്ളാറ്റിലേക്ക് പടക്കമേറ്. പുലർച്ചെ 2 മണിയോടെയാണ് സംഭവം. പുല്ലഴി കേരള സ്റ്റേറ്റ് ഹൗസിംഗ് കോളനിയിലെ ഫ്ളാറ്റിലേക്കാണ് പടക്കമെറിഞ്ഞത്. പുല്ലഴിയിലെ കേരള സ്റ്റേറ്റ് ഹൗസിംഗ് കോളനി ഫ്ളാറ്റിന്റെ 1ാം നിലയിലുള്ള സുശീൽ കുമാർ എന്നയാളുടെ ഫ്ളാറ്റിലേക്കാണ് പടക്കം എറിഞ്ഞത്. സ്ഫോടന ശബ്ദം കേട്ടാണ് വീട്ടുകാർ ഉണർന്നത്. പുലർച്ചെ 2 മണിയോടെയായിരുന്നു സംഭവം. പടക്കമേറുമായി ബന്ധപ്പെട്ട് ടൗൺ വെസ്റ്റ് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ 2 പേരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. കസ്റ്റഡിയിലായവർ പ്രായപൂർത്തിയാകാത്തവരാണ്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. വടക്കാഞ്ചേരിയിൽ വയോധികയുടെ കാലിലൂടെ സ്വകാര്യ ബസ് കയറിയിറങ്ങി. ഗുരുതരമായി പരിക്കേറ്റ വയോധികയെ തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. രാവിലെ 8 മണിയോടെ ഒന്നാംകല്ല് സെന്ററിലായിരുന്നു അപകടം. ഒന്നാംകല്ല് സ്വദേശിയായ പുതുവീട്ടിൽ 70 വയസ്സുള്ള നബീസയുടെ ഇടതുകാലിലൂടെയാണ് ബസിന്റെ പിൻചക്രം കയറിയിറങ്ങിയത്. കുന്നംകുളത്തേക്ക് യാത്ര ചെയ്യാനായി രാവിലെ 8 മണിയോടെ ഒന്നാംകല്ലിൽ നിന്ന് ബസ്സിൽ കയറിയ നബീസ ബസ് കുന്നംകുളത്തേക്കല്ല പട്ടാമ്പിയിലേക്കാണെന്നും തനിക്ക് അബദ്ധം പറ്റിയതാണെന്നും മനസ്സിലാക്കി ബസ്സിൽ നിന്ന് ചാടി ഇറങ്ങുകയായിരുന്നു. ധൃതിയിൽ ബസ്സിൽ നിന്നിറങ്ങിയ വയോധിക കാൽ മടങ്ങി വീഴുകയും ബസ്സിന്റെ പിൻചക്രങ്ങൾ വയോധികയുടെ ഇടതുകാലിലൂടെ കയറിയിറങ്ങുകയുമായിരുന്നു. സംഭവം കണ്ട് ഓടിക്കൂടിയ നാട്ടുകാർ ചേർന്ന് വയോധികയെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വടക്കാഞ്ചേരി പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഒറ്റപ്പാലം ഈസ്റ്റ് മൻശേരിയിൽ നാടിനെ നടുക്കിയ അപകടത്തിൽ യുവതി പരിക്കുകളോടെ രക്ഷപ്പെട്ടു. സ്വകാര്യ ബസും സ്കൂട്ടറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ലക്കിടി മംഗലം ഓടത്ത് വീട്ടിൽ രജിതയ്ക്കാണ് പരിക്കേറ്റത്. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നിരുന്നു. ബസ്സിനടിയിൽ കുടുങ്ങിയ സ്കൂട്ടർ 50 മീറ്ററോളം റോഡിലൂടെ വലിച്ചിഴച്ചു കൊണ്ടുപോകുന്നത് ദൃശ്യങ്ങളിൽ കാണാം. അത്ഭുതകരമായാണ് യുവതി രക്ഷപ്പെട്ടത്. കുട്ടികളെ സിലബസ് പഠിപ്പിക്കുന്നതിനപ്പുറം സ്വഭാവത്തെയും ശീലത്തെയും രൂപപ്പെടുത്തിയെടുക്കാനുള്ള ഉത്തരവാദിത്വം കൂടി സമൂഹത്തിൽ അധ്യാപകർക്കുണ്ടെന്നും അതുകൊണ്ട് തന്നെയാണ് അധ്യാപകർ മഹത്വമുള്ളവരാകുന്നത് എന്നും അഡ്വക്കേറ്റ് പ്രേംകുമാർ MLA കേരളശ്ശേരി NEUP സ്കൂളിന്റെ പ്ലാറ്റിനം ജൂബിലിയോടനുബന്ധിച്ച് നടന്ന കലാപരിപാടികളുടെ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. യഥാർത്ഥത്തിലുള്ള അധ്യാപകർ സിലബസ് പഠിപ്പിക്കുന്നതിനപ്പുറത്ത് കുട്ടിയെ അവരുടെ സ്വഭാവത്തെയും ശീലത്തെയും ഒക്കെ രൂപപ്പെടുത്തിയെടുക്കാൻ കഴിയുന്ന നിലയിലുള്ള കാര്യങ്ങൾ പകർന്നു കൊടുക്കാൻ നമ്മുടെ സമൂഹത്തിൽ അധ്യാപകർക്ക് ഉത്തരവാദിത്വവും ചുമതലയുമുണ്ട് എന്നുകൂടി നമുക്ക് ഈ സന്ദർഭത്തിൽ പങ്കുവയ്ക്കാനാകും. നമ്മുടെ സമൂഹത്തിൽ അധ്യാപകർ അതുകൊണ്ടാണ് എല്ലാ സന്ദർഭത്തിലും ഏറ്റവും മഹത്വമുള്ളവരായി മാറുന്നത്. റിട്ടയർ ചെയ്ത പിന്നെ ആരെയും ആ നിലയിലുള്ള ബഹുമാനം നാട് നൽകി ആദരിക്കാറില്ല. പക്ഷേ ഒരു ടീച്ചർ, ഒരു മാഷ് റിട്ടയർ ചെയ്ത് മരണം വരെയും അവർ ടീച്ചറും മാഷുമായി അവരുടെ ജീവിതത്തിൽ തുടരുകയാണ്. മാതാപിതാ ഗുരു ദൈവം എന്ന് പറയുന്നത് പോലെ വലിയ പ്രാധാന്യമാണ് നമ്മുടെ സമൂഹം അധ്യാപകർക്ക് നൽകുന്നത് എന്നുകൂടി ഈ സന്ദർഭത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. കേരളശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീബ സുനിൽ അധ്യക്ഷത വഹിച്ചു. ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി നടന്ന പൊതുസമ്മേളനം പാലക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് V. സേതുമാധവൻ നിർവഹിച്ചു. ചടങ്ങിൽ മാധ്യമപ്രവർത്തകൻ KP മൊയ്തീൻകുട്ടി, പരിസ്ഥിതി പ്രവർത്തകൻ കല്ലൂർ ബാലൻ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് MS മന്നാടിയാർ വിവിധ മത്സരങ്ങളിൽ മികവ് തെളിയിച്ച കുട്ടികളെയും ആദരിച്ചു. HM ഇൻചാർജ് ബേബി പ്രിയ റിപ്പോർട്ട് വായിച്ചു. മങ്കര പഞ്ചായത്ത് അംഗം MV രമേശ്, BPC അജിത്, മുൻ പ്രധാനാധ്യാപകൻ MP ശ്രീകുമാർ, വേണുജി നായർ, PTA പ്രസിഡന്റ് PV രാജകുമാരൻ, MTA പ്രസിഡന്റ് ബീന, സിദ്ദിഖ്, പരിസ്ഥിതി പ്രവർത്തകൻ കലൂർ ബാലൻ, KKA റഹ്മാൻ, പൂർവ്വ വിദ്യാർത്ഥികൾ എന്നിവർ സംസാരിച്ചു. സ്കൂൾ മാനേജർ MP നാരായണൻകുട്ടി സ്വാഗതവും PK അൻസാർ മാസ്റ്റർ നന്ദിയും പറഞ്ഞു.
തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികളും ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. തൃശൂർ നഗരത്തിൽ ഓടിക്കൊണ്ടിരുന്ന ഓട്ടോറിക്ഷയ്ക്ക് തീപിടിച്ചു. ശക്തൻ ബസ് സ്റ്റാൻഡിനു സമീപം ഇന്നു രാവിലെയാണ് സംഭവം. CNG ഓട്ടോറിക്ഷയിൽ വാതക ചോർച്ചയാണ് തീപിടുത്തത്തിന് കാരണമെന്ന് കരുതുന്നു. ഫയർഫോഴ്സ് എത്തി തീയണച്ചു. ആളപായമില്ല. ഷൊർണൂർ നഗരസഭ ജനറൽ ആരോഗ്യ വിഭാഗങ്ങളുടെ പുതിയ കെട്ടിടം തുറന്നു നൽകി. വെള്ളിയാഴ്ച രാവിലെ P. മമ്മിക്കുട്ടി MLA നാടമുറിച്ച് പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. സർക്കാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗവൺമെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതുപോലെ തന്നെ MLA-മാരുടെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് അതുപോലെ തന്നെ വിവിധ ഏജൻസികൾ ലഭ്യമാകുന്ന ഫണ്ടുകൾ ഉപയോഗിച്ച് സൗകര്യം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള തുടർച്ചയായ ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഇപ്പോൾ ഈ പുതിയ വർഷത്തിൽ ഈ ഓഫീസിലേക്ക് നമ്മൾ പ്രവർത്തനം നടത്തുന്നതിന് വേണ്ടി സാധിച്ചിരുന്നു. ചടങ്ങിൽ ഷൊർണൂർ നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു. ഡെപ്യൂട്ടി ചെയർപേഴ്സൺ P. സിന്ധു സ്വാഗതം പറഞ്ഞു. PS. സന്ദീപ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ SG. മുകുന്ദൻ, ഫാത്തിമത്ത് ഫർസാന, KM. ലക്ഷ്മണൻ, നഗരസഭാ സെക്രട്ടറി PS. രാജേഷ്, കുടുംബശ്രീ ചെയർപേഴ്സൺ VC. സിന്ധു എന്നിവർ സംസാരിച്ചു. മറ്റ് കൗൺസിലർമാർ, നഗരസഭാ ജീവനക്കാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കഥകളി ആചാര്യൻ അപ്പുക്കുട്ടി മെമ്മോറിയൽ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ അപ്പുക്കുട്ടി പൊതുവാൾ ജന്മശതാബ്ദി ആഘോഷവും പുരസ്കാര സമ്മേളനവും കലാമണ്ഡലം കൂത്തമ്പലത്തിൽ നടന്നു. കലാമണ്ഡലം വൈസ് ചാൻസലർ ഡോക്ടർ B. അനന്തകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഗുരുക്കന്മാരും ഓരോ ഗുരുക്കന്മാരും അവരുടേതായ ശൈലികളിലൂടെ ഈ ഒരു വാദന സമ്പ്രദായത്തെ വളർത്തുകയും ഇന്നിപ്പോൾ ഇതൊരു സ്വതന്ത്രവാദ്യമായിട്ട് തന്നെ അല്ലെങ്കിൽ ഒരു പുതിയ ഒരു സാഹചര്യത്തിന് അല്ലെങ്കിൽ സന്ദർഭത്തിനനുസരിച്ചിട്ട് ഒരു പുതിയ വാദന സമ്പ്രദായത്തിലേക്കോ അല്ലെങ്കിൽ ഒരു ആധുനിക കാലഘട്ടത്തിൽ അതിൻ്റെതായ ഒരു തനിമയോടുകൂടി അതിൻ്റെ ഒരു ഐഡന്റിറ്റിയോടുകൂടിയും വരുന്ന ഒരു കാലഘട്ടമാണിത്. ഒരു സന്ദർഭത്തിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. എന്നിട്ടും ഈ വാദ്യങ്ങൾ അത് മൊത്തത്തിൽ മേളവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ വാദ്യങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാം പൊതുവായിട്ടുള്ള ഒരു കാര്യമാണിത്. മദ്ദളത്തിന് മാത്രം ലക്ഷ്യമാക്കി പറയുന്നതല്ല. എനിക്ക് തോന്നുന്നു ഈ ഒരു ട്രസ്റ്റ് കുറച്ചുകൂടി എനിക്ക് തോന്നുന്നു ഈ ഒരു വൈജ്ഞാനിക മേഖല എങ്ങനെ ഈ മേളവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ ഒരു വൈജ്ഞാനിക മേഖലയായി. ട്രസ്റ്റ് പ്രസിഡന്റ് കലാമണ്ഡലം നാരായണൻ നായർ അധ്യക്ഷത വഹിച്ചു. പ്രശസ്ത മദ്ദള കലാകാരൻ ചെർപ്പുളശ്ശേരി ശിവൻ കോട്ടയ്ക്കൽ രവിക്ക് ജന്മശതാബ്ദി പുരസ്കാരവും കലാമണ്ഡലം നാരായണന് തിരുവില്ലാമല മാധവ വാര്യർ യുവപ്രതിഭ പുരസ്കാരവും പെരുവമ്പ് രാഘവന് വാദ്യശില്പി പുരസ്കാരവും നൽകി ആദരിച്ചു. കലാനിരൂപകൻ ഡോക്ടർ MJ ശ്രീചിത്രൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. കലാമണ്ഡലം രജിസ്ട്രാർ ഡോക്ടർ P. രാജേഷ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി. KP. രവിശങ്കർ വിശിഷ്ട അതിഥിയായി പങ്കെടുത്തു. കലാമണ്ഡലം നാരായണൻ, ഡോക്ടർ ഗോകുൽ നാരായണൻ, ഡോക്ടർ PV. വിജയകൃഷ്ണൻ, കലാമണ്ഡലത്തിലെ വിവിധ വകുപ്പ് മേധാവികളായ കലാമണ്ഡലം ശിവദാസ്, കലാമണ്ഡലം ഹരിനാരായണൻ, കലാമണ്ഡലം ശ്രീനാഥ്, കലാമണ്ഡലം ഹരീഷ് കുമാർ, ട്രസ്റ്റ് ഭാരവാഹികളായ രാംകുമാർ, MV. അശോക വാര്യർ തുടങ്ങിയവർ സംസാരിച്ചു. കലാമണ്ഡലം മദ്ദള വകുപ്പ് മേധാവി കലാമണ്ഡലം ഹരിദാസൻ സ്വാഗതവും ട്രസ്റ്റ് സെക്രട്ടറി ഗോപി N. പൊതുവാൾ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. തിരുവേഗപ്പുറ ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിക്കുന്ന ഗെയിം ഫെസ്റ്റിന്റെ ലോഞ്ചിംഗ് ഈവന്റ് പ്രൗഢഗംഭീരമായി. തിരുവേഗപ്പുറ ഫോക്ലോർ പാർക്കിൽ നടന്ന പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് KKA അസീസ് ഉദ്ഘാടനം ചെയ്തു. പ്രശസ്ത ഗസൽ ഗായകൻ ഷെബി സമന്തർ അവതരിപ്പിച്ച ഷെബി പാടുന്നു എന്ന പരിപാടിയും ലോഞ്ചിംഗ് ഇവന്റിന്റെ ഭാഗമായി നടന്നു. ആ രണ്ടു വാക്കിലേക്ക് എളുപ്പമായിട്ട് പറയാവുന്നതാണ്. എനിക്കത് അവരെ പണിയെടുക്കാട്ട് നല്ലത് നിങ്ങളെ വായിൽ നിന്ന് കേൾക്കുന്നതാണ്. വായിൽ നിന്ന് എന്നതിനപ്പുറത്തേക്ക് എന്നിട്ട് ഹൃദയത്തിൽ നിന്ന് കേൾക്കുമ്പോൾ സുഖം. ഒന്നാം തീയതി ചാടി നിൽക്കുന്നത് അല്ലേ?
ജയിച്ചില്ലെങ്കിൽ പിന്നെ ഞാനിന്ന് പോകുന്നത് ഏതെങ്കിലും മാച്ച് പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നൂറുകണക്കിന് ആളുകളാണ് പരിപാടി വീക്ഷിക്കാനായി എത്തിയത്. ഗെയിം ഓഫ് വേഗ എന്ന പേരിൽ തിരുവേഗപ്പുറ ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിക്കുന്ന ഗെയിം ഫെസ്റ്റ് 2025 ഏപ്രിൽ 1 മുതൽ 31 വരെയുള്ള തീയതികളിലായി നടക്കും. സ്പോർട്സ് ലീഗ് മാതൃകയിൽ ക്രിക്കറ്റ്, ഫുട്ബോൾ, വോളിബോൾ, ബാഡ്മിന്റൺ, വടംവലി തുടങ്ങിയ ഗെയിം ഇനങ്ങൾ 16 ഫ്രാഞ്ചൈസികൾക്ക് കീഴിലായി 1000-ലധികം കായിക താരങ്ങൾ പങ്കെടുക്കുന്ന രീതിയിലാണ് ഒരുക്കുന്നത്. ജനുവരി 5 മുതൽ മത്സരാർത്ഥികൾക്കുള്ള രജിസ്ട്രേഷൻ ആരംഭിക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് KK അസീസ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ഷൊർണൂരിൽ മാലിന്യമുക്ത കേരളം പദ്ധതിയുടെ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. നഗരസഭ വൈസ് ചെയർപേഴ്സൺ P. സിന്ധു ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ CITU ജില്ലാ വൈസ് പ്രസിഡന്റ് RG പിള്ള അധ്യക്ഷത വഹിച്ചു. മുനിസിപ്പൽ കോർഡിനേഷൻ കമ്മിറ്റി കൺവീനർ V. വേണുഗോപാലൻ സ്വാഗതവും ഡിവിഷൻ കമ്മിറ്റി അംഗം സേതുമാധവൻ നന്ദിയും പറഞ്ഞു. 19ാം വാർഡിലെ വീടുകളിൽ കയറിയാണ് മാലിന്യമുക്ത കേരളം പദ്ധതിയുമായി ബന്ധപ്പെട്ട് ബോധവൽക്കരണം നടത്തിയത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. PK സുധാകരൻ ഒറ്റപ്പാലം താലൂക്ക് പബ്ലിക് ലൈബ്രറി MT വാസുദേവൻ നായർ അനുസ്മരണം നടത്തി. അനുസ്മരണ യോഗം താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി C. വിജയൻ ഉദ്ഘാടനം ചെയ്തു. അസിസ്റ്റന്റ് പ്രൊഫസർ അഞ്ജലി സുധാകരൻ MT അനുസ്മരണ പ്രഭാഷണം നടത്തി. അത്രയും വലിയ പ്രൗഢഗംഭീരമായ ഒരു പ്രഭാഷണം നടത്താൻ മാത്രം ഞാൻ ആളല്ല. ഇപ്പോ സത്യത്തിൽ സുധാകരൻ മാഷ് ഉണ്ടായിരുന്നെങ്കിൽ ഇത് കേട്ടോണ്ട് എന്നെ നോക്കിയിട്ട് ചിരിച്ചിരിക്കുകയായിരുന്നു. ഇത്രത്തോളം നീ വളർന്നോന്ന്. കാരണം അത്രത്തോളം ഞാൻ വളർന്നിട്ടില്ല. വളരെ ശുഷ്കമായ വായന അനുഭവമുള്ള വായനയോട് അത്രയും ഇഷ്ടമുള്ള ഒരാൾ മാത്രമാണ് ഞാൻ. പണ്ട് സ്കൂൾ പഠിക്കുമ്പോൾ മുതലേ, ഞാനൊക്കെ ജനിച്ച് വളരെ കുറച്ചു കാലം കഴിയുമ്പോഴേക്കാണ് MTക്ക് ജ്ഞാനപീഠം അവാർഡ് കിട്ടുന്നത്. അപ്പൊ സ്കൂൾ പഠിക്കുന്ന മുതല് വളരെ ഗംഭീരമായ മലയാളത്തിന്റെ ഒരു ലെജൻഡറി റൈറ്റർ എന്നുള്ള രീതിയിലാണ് MT എന്നും കാണുന്നത്. അപ്പൊ അത്രയും വലിയ റൈറ്ററിന്റെ 1-2 ബുക്കൊക്കെ എടുത്ത് വായിക്കുക എന്നുള്ളത് പണ്ടൊക്കെ വലിയ കാര്യമായിരുന്നു. താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് KP സുധീർ സംസാരിച്ചു. ലൈബ്രറി കൗൺസിൽ വൈസ് പ്രസിഡന്റ് AM ഉഷാദേവി അധ്യക്ഷത വഹിച്ചു. ലൈബ്രറി കൗൺസിൽ ജോയിന്റ് സെക്രട്ടറി K. അജിത് കുമാർ സ്വാഗതവും ലൈബ്രറിയൻ PR ശോഭ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പുതുവർഷത്തോടനുബന്ധിച്ച് കോട്ടായി കീഴത്തൂർ ALP സ്കൂളിൽ പ്രീ പ്രൈമറി ഫെസ്റ്റ് സംഘടിപ്പിച്ചു. കോട്ടായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് A. സതീഷ് ഉദ്ഘാടനം ചെയ്തു. പ്രധാന അധ്യാപകൻ A. സുബൈർ, പ്രീ പ്രൈമറി ടീച്ചർമാരായ K. സുജാത, R. രഞ്ജിനി, PTA പ്രസിഡന്റ് K. അമാനുള്ള, ഷമീർ ഖാൻ എന്നിവർ സംസാരിച്ചു. അഭിനയഗാനം, കഥ പറയൽ, ദേശഭക്തി ഗാനം, പ്രതിജ്ഞ ചൊല്ലൽ, കളറിംഗ്, ഫാൻസി ഡ്രസ് എന്നീ ഇനങ്ങളിൽ മത്സരങ്ങൾ നടത്തി. വിജയികൾക്ക് സമ്മാന വിതരണവും നടന്നു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. മങ്കര കാളികാവ് ക്ഷേത്രത്തിൽ നടക്കുന്ന ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന്റെ ഭാഗമായുള്ള പന്തൽ കാൽനാട്ടൽ ചടങ്ങ് ഭക്തി നിർഭരമായി നടന്നു. ജനുവരി 21 മുതൽ 28 വരെയാണ് സപ്താഹയജ്ഞം. കാൽനാട്ടൽ കർമ്മം ഉത്സവ കമ്മിറ്റി പ്രസിഡന്റ് കൃഷ്ണദാസ് നിർവഹിച്ചു. യജ്ഞാചാര്യൻ വെള്ളിനേഴി ഹരികൃഷ്ണന്റെ നേതൃത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുക. രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെ സപ്താഹ പാരായണവും എല്ലാ ദിവസങ്ങളിലും അന്നദാനവും ഉണ്ടായിരിക്കും. വൈകുന്നേരം 7 മണി മുതൽ എല്ലാ ദിവസവും കലാപരിപാടികളും ഒരുക്കിയിട്ടുണ്ടെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. അതുപോലെ തന്നെ നമ്മുടെ ഈ പരിപാടികൾ 7 ദിവസം നടക്കുന്ന പരിപാടികൾ, അതിനോടനുബന്ധിച്ച് ദിവസേന കലാപരിപാടികളും ഉണ്ടായിരിക്കുന്നതാണ്. രാവിലെ 6 മണിക്ക് തുടങ്ങിയ സപ്താഹം വൈകിട്ട് 6 മണിക്ക് സമാപിക്കുന്നു. അതിനുശേഷം എല്ലാ ദിവസവും വൈകുന്നേരം 7 മണി മുതൽ 10 മണി വരെ വിവിധ കലാപരിപാടികൾ നടത്തുന്നു. എല്ലാ ഭക്തജനങ്ങളുടെയും സഹായവും സഹകരണവും ഈ സപ്താഹത്തിന് ഉണ്ടാവണമെന്ന് ഭഗവതിയുടെ നാമത്തിൽ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഒറ്റപ്പാലം അർബൻ ബാങ്കിലെ വായ്പക്കാർക്ക് ബാങ്കിന്റെ പുതുവത്സര സമ്മാനം പുതുവത്സരാഘോഷവേളയിൽ ബാങ്ക് ചെയർമാൻ U. രാജഗോപാൽ പ്രഖ്യാപിച്ചു. ബാങ്കിൽ നിന്ന് വായ്പയെടുത്തവരിൽ 2024-2025 സാമ്പത്തിക വർഷത്തിൽ മാസം തോറും മുടക്കമില്ലാതെ കൃത്യമായി വായ്പയുടെ ഗഡു തിരിച്ചടച്ചവർക്ക് തിരിച്ചടച്ച പലിശയുടെ 10% ഇൻസെന്റീവ് നൽകുന്നതാണ് പുതുവത്സര സമ്മാനം. ബാങ്കിൽ നടന്ന പുതുവത്സരാഘോഷ പരിപാടിയിൽ ബാങ്ക് ചെയർമാൻ U. രാജഗോപാൽ സമ്മാനം പ്രഖ്യാപിച്ചു. ജനുവരി 25 മുതൽ പദ്ധതി നടപ്പാക്കും. ബാങ്കിൽ നിന്ന് വായ്പയെടുത്ത് വിവിധ കാരണങ്ങളാൽ
തിരിച്ചടയ്ക്കാൻ കഴിയാതെ സാമ്പത്തികമായി പ്രയാസം നേരിടുന്നവർക്ക് ഒറ്റത്തവണ തീർപ്പാക്കലിനായി ഓഗസ്റ്റ് മാസത്തിൽ അദാലത്തും ബാങ്ക് സംഘടിപ്പിച്ചിരുന്നു. ഇതുവഴി 4.5 കോടി രൂപയുടെ ആനുകൂല്യം ഇടപാടുകാർക്ക് നൽകുകയുണ്ടായി. 400-ലേറെ പേരാണ് അദാലത്തിൽ പങ്കെടുത്തത്. ബാങ്കിൽ നടന്ന പുതുവത്സരാഘോഷ പരിപാടിയിൽ ബാങ്ക് വൈസ് ചെയർമാൻ KN ശിവദാസൻ അധ്യക്ഷത വഹിച്ചു. മെയിൻ ബ്രാഞ്ച് മാനേജർ PK സിന്ധു സ്വാഗതം പറഞ്ഞു. മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ M രാമനുണ്ണി, ഡയറക്ടർ PK ഗംഗാധരൻ, ജനറൽ മാനേജർ ഇൻചാർജ് CS ബിന്ദു എന്നിവർ പുതുവത്സര ആശംസകൾ നേർന്നു. T ചന്ദ്രൻ നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പ്രധാന വാർത്തകൾ വീണ്ടും. തൃശൂർ പുല്ലഴിയിൽ ഫ്ളാറ്റിലേക്ക് പടക്കമേറ്. കേരള സ്റ്റേറ്റ് ഹൗസിംഗ് കോളനി ഫ്ളാറ്റിലേക്ക് പടക്കമേറുണ്ടായത് ഇന്നലെ രാത്രി. പ്രായപൂർത്തിയാകാത്ത 2 പേർ പോലീസ് കസ്റ്റഡിയിൽ. തൃശൂർ നഗരത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഓട്ടോറിക്ഷയ്ക്ക് തീപിടിച്ചത് പരിഭ്രാന്തി പരത്തി. വടക്കാഞ്ചേരിയിൽ വയോധികയുടെ കാലിലൂടെ സ്വകാര്യ ബസ് കയറിയിറങ്ങി. വയോധികയ്ക്ക് ഗുരുതര പരിക്ക്. ഈസ്റ്റ് മൻഷിരിയിൽ ബസ് സ്കൂട്ടറിലിടിച്ച് പരിക്കേറ്റ യുവതി അപകടനില തരണം ചെയ്തു. അപകടം നടന്നത് ഇന്നലെ വൈകിട്ട്. ഷൊർണൂർ നഗരസഭ ജനറൽ ആരോഗ്യ വിഭാഗങ്ങളുടെ പുതിയ കെട്ടിടം തുറന്നു നൽകി. MLA P മമ്മിക്കുട്ടി കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് ഇന്നു രാവിലെ. തിരുവേഗപ്പുറ ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിക്കുന്ന ഗെയിം ഫെസ്റ്റിന്റെ ലോഞ്ചിംഗ് ഈവന്റ് പ്രൗഢഗംഭീരം. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.